നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം നാരായണീയത്തിലെ ഓരോ ദശകങ്ങളിലെ ശ്ലോകങ്ങളായി വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്തതായി ഭഗവൻ മഹിമാനുവർണ്ണനമെന്ന ആദ്യ ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയതന്യത് തന്വാവാചാ ധിയാവാ ഭജതി ബദജനഃ ക്ഷുദ്രദൈവ സ്ഫുടേയം. ഏതേതാവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവാശ്രയാമഹ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം. ഏവം ദുർലഭ്യവസ്തുനി അഭി സുലഭതയാ ഹസ്തലബ്ധേ യത് അന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദ ജനഃ ക്ഷുദ്രതാ ഏവ സ്ഫുടാ ഇയം. ഏതേ താവത് വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനം ഏനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമഹ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം. ദുർലഭ്യവസ്തുനി അഭി ഏവം സുലഭതയാ ഹസ്തലബ്ധേ ജനഃ അന്യത് തന്വാ വാചാ ധിയാ വാ ബദ ഭജതി യത് ഇയം സ്ഫുടാ ക്ഷുദ്രത ഏവ. ഏതേ വയം തു താവത് സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനം ഏനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമഹ. ഈ ശ്ലോകത്തിൻ്റെ സാരം ഇപ്രകാരം. ബ്രഹ്മമെന്ന ഈ ദുർലഭ വസ്തു സുലഭമായി കരഗതമായിട്ടും ജനങ്ങൾ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ മറ്റു വല്ലതിനെയും ആശ്രയിക്കുന്നത് എന്നത് കഷ്ടം തന്നെയാണ്. ഈ മേൽപ്പത്തൂർ എന്ന നാമാകട്ടെ കൂടുതൽ ഉറച്ച മനസ്ഥൈര്യത്തോടെ രോഗശാന്തിക്കായി സർവാത്മന സാക്ഷാൽ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കുന്നു. നമസ്തേ.